ഇപ്പോൾ ഇത് പ്രധാനമായിട്ടും സിവിൽ സർവീസിൻ്റെ എക്സാം എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി ഒരു ഇൻട്രോ തരാൻ വേണ്ടിയിട്ടാണ് ഈ സെഷൻ. ഇപ്പോൾ വൈകിട്ട് 4 PM ഒരു സെഷനുണ്ട്. അതെന്ന് പറയുന്നത് മാപ്പ് റീഡിംഗ് ആണ്. വേൾഡ് മാപ്പിനെ പറ്റിയാണ് ഇന്ന് കൂടുതൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് എസ്പെഷ്യലി എക്സാം ഓവർവ്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ചിലരെങ്കിലുമൊക്കെ എക്സാം ഓവർവ്യൂ നേരത്തെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അവർക്കൊരു റെപ്പറ്റീഷൻ ക്ലാസ് ആണ്. എനിവേ ദർ ആർ ന്യൂ സ്റ്റുഡൻസ് ഓൾസോ, ഫൈൻ. അപ്പോൾ UPSCയുടെ ഒരു പാറ്റേൺ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. ആ പാറ്റേൺ എന്ന് പറയുമ്പോൾ എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻ വരുന്നത് ഫെബ്രുവരി മന്തിലായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത്. അതുപോലെ ഏതാണ്ട് മെയ്യിലോ ജൂണിലോ എക്സാം നടക്കും. ആൻഡ് ഒക്ടോബർ നവംബർ എന്ന് പറയുന്നത് മെയിൻ എക്സാമിൻ്റെ സമയമാണ്. എഗെയിൻ ഒരു ജാൻ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ 2021 ആണ് ഫെബ്രുവരി എങ്കിൽ 2022 ജാൻ ആകുമ്പോഴത്തേക്കും ലൈക്ക് മെയിൻസിൻ്റെ റിസൾട്ട് വരും. ഫെബ്രുവരി മുതൽ മാർച്ച് വരെ എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ പീരീഡാണ്. സോ അത് കഴിഞ്ഞാൽ എഗെയിൻ എക്സാം നടക്കുന്നതിന് 2022 പ്രിലിംസ് നടക്കുന്നതിന് ഒരു 2 ആഴ്ച മുമ്പോ 1 മാസം മുമ്പോ അതിൻ്റെ റിസൾട്ട് പറയും. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ എല്ലാ തവണയും എല്ലാ വർഷവും UPSC ഫോളോ ചെയ്താണ് പോകുന്നത്. നമുക്ക് ഇതിൻ്റെ ഒരു കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. 24 സർവീസുകളാണ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഈ 24 സർവീസിൻ്റെ കൂടെ ഒരു സർവീസും കൊണ്ട് അത് പറയാം. ഈ സർവീസ് എല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത് ഓരോ വർഷവും UPSC ഒരു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യും. ഇത് 2020 നോട്ടിഫിക്കേഷനാണ്. ആ നോട്ടിഫിക്കേഷനകത്ത് UPSC കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം, എത്ര വേക്കൻസീസ് ഉണ്ട്, ഏതൊക്കെ സർവീസിനാണ് വിളിക്കുന്നത്, ആൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ കൂടുതലായിട്ട് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇത് upsc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കിട്ടും. അത് നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ പോയിട്ട് ആക്റ്റീവ് എക്സാംസ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കറണ്ട് ഇയറിലുള്ളത് കിട്ടും. ഇപ്പോൾ എല്ലാ വർഷം സിലബസ് മാറും എന്നൊക്കെ ചിലർ ചോദിക്കുക. അങ്ങനെ സിലബസ് ഒന്നും അങ്ങനെ മാറാറില്ല. പ്രകടമായ മാറ്റങ്ങൾ വരുന്ന സമയത്ത് അതിനെപ്പറ്റി അറിയിക്കുന്നതാണ്. 2011 CSAT ഇൻട്രൊഡ്യൂസ് ചെയ്തു. 2015 അതിനെ ക്വാളിഫയിങ് പേപ്പറാക്കി മാറ്റി. അതുപോലെ 2013 മുതൽ GS പേപ്പർ 2 ആയിരുന്നു, അതിനെ 4 ആക്കി. എത്തിക്സ് എന്ന് പറയുന്ന ഒരു പുതിയ പേപ്പർ കൊണ്ടുവന്നു. ഓപ്ഷണൽ 2 പേപ്പർ ഉണ്ടായിരുന്നു, അതിനെ വെട്ടി ചുരുക്കി 1 ആക്കി മാറ്റി. അപ്പോൾ ഇതൊക്കെയാണ് പഴയ കാലത്ത് നടന്നത്. 2011 മുമ്പ് ഒരു GS പേപ്പറും ഒരു ഓപ്ഷണൽ പേപ്പറും ആയിരുന്നു പ്രിലിംസിന്. ഇതിൽ ഓപ്ഷൻ എടുത്ത് മാറ്റിയിട്ടാണ് CSAT അവിടെ പ്ലേസ് ചെയ്തത്. അപ്പോൾ അത്രയും മാറ്റമേ ഇതുവരെ നടന്നിട്ടുള്ളൂ. അല്ലാണ്ട് വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും സ്ഥിരമായിട്ട് സംഭവിക്കാറില്ല. പിന്നെ ഓഫ് കോഴ്സ് സം ട്രെൻഡ് മാറാറുണ്ട്, ചില ട്രെൻഡ്. അല്ല എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കറണ്ട് അഫേഴ്സും ചോദിക്കുന്ന ചോദ്യങ്ങളുടെ എണ്ണത്തിലൊക്കെ ട്രെൻഡ് വരാറുണ്ട്. ഇപ്പോൾ 2015 മുതൽ നല്ല രീതിയിൽ കറണ്ട് അഫേഴ്സ് ചോദിക്കുന്നുണ്ട്. 2015 60 മാർക്കിന് ചോദിച്ചു, 30 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. 16 അത് 62 17 58 18 56 19 54 ക്വസ്റ്റ്യൻസ്. എങ്ങനെയായാലും 25% മുകളിൽ കറണ്ട് അഫേഴ്സ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് എത്രയും നന്നായിട്ട് കറണ്ട് അഫേഴ്സ് ഒന്ന് ഫോളോ ചെയ്ത് പോവുക. ഓക്കെ, ഇനി 24 സർവീസിനെ പറ്റി പറഞ്ഞപ്പോൾ ഇതിൽ 3 ഓൾ ഇന്ത്യ സർവീസാണ് ഉള്ളത്. ഈ ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുന്നത് IAS, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, അതുപോലെ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിന്റെ പ്രിലിംസും സിവിൽ സർവീസിന്റെ പ്രിലിംസും ഒരേ എക്സാം ആണ്, പക്ഷെ മെയിൻ ഡിഫറെൻ്റ് ആണ്, ഇന്റർവ്യൂ ഡിഫറെൻ്റ് ആണ്. ഇനി ഒരു IFS കൂടി ഉണ്ട്, അതെന്ന് പറയുന്നത് ഇന്ത്യൻ ഫോറിൻ സർവീസ് ആണ്. സാധാരണയിൽ IFS രണ്ടും തമ്മിലൊരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് പലതരത്തിലുള്ള ഡിബേറ്റ്സുകളൊക്കെ അതിനെ പറ്റിയൊക്കെ നടക്കുന്നുണ്ട്. ചിലരിങ്ങനെ മെൻഷൻ ചെയ്യാറുണ്ട്, IFS-A എന്ന് പറയുന്നത് ഫോറസ്റ്റ് സർവീസും IFS-B എന്ന് പറയുന്നത് ഫോറിൻ സർവീസും ഒന്നും. ഓക്കെ, ഫോറസ്റ്റും ഫോറിനും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചർച്ച വിഷയമല്ല. നമുക്ക് ഇവിടെയുള്ള 24 ലിസ്റ്റുകൾ നമുക്ക് നോക്കാം. ഇതിൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, ഇത് ഓൾ ഇന്ത്യ സർവീസാണ്. ഇവിടെ
ഫോറിൻ സർവീസിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ടത് സെൻട്രൽ സർവീസാണ്. ഓക്കെ, അതല്ലാണ്ട് ഗ്രൂപ്പ് എ സർവീസസ് ഉണ്ട് ഒരുപാട്, ഗ്രൂപ്പ് ബി സർവീസും ഉണ്ട്. അപ്പം അതിനെപ്പറ്റി കൂടി പറയാം. ഇത് പോസ്റ്റൽ ആൻഡ് ടെലഗ്രാം അക്കൗണ്ട്സ് ഫിനാൻസ് സർവീസ്, ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ്, ഇതിന് IAAS എന്നറിയപ്പെടുന്നതാണ്. അതുപോലെ IRS രണ്ടെണ്ണം ഉണ്ട്. IRS രണ്ടെണ്ണം എന്ന് പറയുന്നത് ഇന്ത്യൻ റവന്യൂ സർവീസിൽ കസ്റ്റംസ് സെൻട്രൽ എക്സൈസും ഉണ്ട്, റവന്യൂ സർവീസിൽ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉണ്ട്. അതുപോലെ ഡിഫൻസ് സെക്ടറിൽ കുറച്ചുണ്ട്, ഡിഫൻസ് അക്കൗണ്ട്സ് ഉണ്ട്, ഡിഫൻസ് എസ്റ്റേറ്റ് ഉണ്ട്. ഓക്കെ, ഇനി റെയിൽവേയിൽ 4 സർവീസ് ഉണ്ട്, ട്രാഫിക്, അക്കൗണ്ട്, പേഴ്സണൽ ആൻഡ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. ഓക്കെ, അങ്ങനെ 4 സർവീസ് റെയിൽവേക്ക് വേണ്ടിയുണ്ട്. അതുപോലെ പോസ്റ്റൽ സർവീസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ട്, ഗ്രൂപ്പ് എ ആണ്. സിവിൽ അക്കൗണ്ട് സർവീസ് ഉണ്ട്, ഓർഡിനൻസ് ഫാക്ടറി ഉണ്ട്. ദെൻ IIS, ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ്, അതുപോലെ ഇന്ത്യൻ ട്രേഡ് സർവീസ്, കോർപ്പറേറ്റ് ലോ സർവീസ്. അപ്പോൾ ഇത്രയും എന്ന് പറയുന്നത് എ ഗ്രൂപ്പിൽ വരുന്നതാണ്. ആൻഡ് ഇതിൽ താഴോട്ട് വരുന്നതെല്ലാം ഗ്രൂപ്പ് ബിയിൽ വരുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഗ്രൂപ്പ് ബി കേഡർ എന്ന് പറയുന്നത് ഇതിന് താഴോട്ടാണ്. അതായത് ആംഡ് ഫോഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് സിവിൽ സർവീസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ബിയിലാണ്. ബാക്കിയെല്ലാം തന്നെ യൂണിയൻ ടെറിട്ടറിയായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിലാണ് നിൽക്കുന്നത്. നമുക്ക് നോക്കാം. ഡൽഹി, ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ്, ഡാമൻ ആൻഡ് ഡ്യൂ, ദാദ്ര നഗർ ഹവേലി. അപ്പോൾ ഇത്രയും ഭാഗത്തുള്ള സിവിൽ സർവീസ്, അതുപോലെ ഇത്രയും ഭാഗത്തുള്ള പോലീസ് സർവീസ്, അപ്പോൾ ഇത് രണ്ടും ഗ്രൂപ്പ് ബിയിലാണ് വരുന്നത്. അതുപോലെ പുതുച്ചേരി അല്ലെങ്കിൽ പോണ്ടിച്ചേരിയിലെ സിവിൽ സർവീസ് പ്ലസ് പോലീസ് സർവീസ്. അപ്പോൾ ഇതിൽ സിവിൽ സർവീസ് കിട്ടുന്ന ആൾക്കാർ ആ പെർട്ടിക്കുലർ സ്ഥലത്തെ എന്താണ് കളക്ടറായിട്ടോ അല്ലെങ്കിൽ എന്താണ് ഡെപ്യൂട്ടി മജിസ്ട്രേറ്റ് ആയിട്ടോ ഒക്കെ തന്നെയാണ് അവരുടെ പോസ്റ്റിങ്ങുകൾ നടക്കാറ്. സെക്രട്ടറി ആയിട്ടുള്ള പോസ്റ്റിംഗ്, അണ്ടർ സെക്രട്ടറി ആയിട്ടുള്ള പോസ്റ്റിംഗ് എല്ലാം ഇവരെ പരിഗണിച്ച് തന്നെയായിരിക്കും നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സർവീസിൻ്റെ ഡീറ്റെയിൽസ്. നമ്മൾക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 2 കാര്യങ്ങൾ നോക്കണം. അഫ്കോഴ്സ് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, അതുപോലെ സിറ്റിസൺ ഓഫ് നേപ്പാൾ ആൻഡ് ഭൂട്ടാൻ ആൾസോ ക്യാൻ റൈറ്റ് ദ എക്സാം. മിനിമം ഒരു ഏജ് പറയുന്നുണ്ട് 18 മാക്സിമം ഒരു ഏജ് പറയുന്നത് 32. ഇത് പറയുന്നത് എപ്പോഴും ഓഗസ്റ്റിലൊരു ഡേറ്റ് വെച്ചിട്ടാണ് പറയുന്നത്. അതായത് ഓഗസ്റ്റ് 2020 മിനിമം 18 വയസ്സായ ആളിനും അതുപോലെ മാക്സിമം 32 വയസ്സായ ആളിനും ഇതിന് ഇടയിലുള്ളവർക്ക് എക്സാം എഴുതാം. ഓക്കെ, അതായത് ഓഗസ്റ്റ് 1 32 വയസ്സ് അറ്റൻഡ് ചെയ്യാൻ പാടില്ല, ഓഗസ്റ്റ് 1 ആവുമ്പോൾ 18 വയസ്സായിരിക്കണം. അപ്പോൾ ഇതിനിടയിൽ ഇത് ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ് പറഞ്ഞത്. 6 ചാൻസാണ് ജനറൽ കാറ്റഗറിക്കുള്ളത്. OBC വരുമ്പോൾ ഒരു +3 ചാൻസും കൂടി കിട്ടും. ഏജ് വന്നിട്ട് 35 വയസ്സിലോട്ട് പോകും. ആൻഡ് SC ആൻഡ് ST കാറ്റഗറി വരുമ്പോൾ 37 വയസ്സ് വരെ പോകും. ചാൻസസിൻ്റെ കാര്യം പറയുന്നില്ല. പിന്നെ എക്സ് സർവീസ് ആണെന്നുണ്ടെങ്കിൽ ഒരു +5 ചാൻസസ് കൂടി കിട്ടും സർവീസ് ലിമിറ്റ് കഴിഞ്ഞിട്ട്. പക്ഷേ സർവീസ് പരിധി മിനിമം 5 വർഷം മിലിറ്ററി സർവീസ് ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, സോ അതിന് കൂടെ തന്നെ അഫ്കോഴ്സ് ഡിഗ്രി വേണമെന്ന് പറയുന്നുണ്ട്. ഡിഗ്രി എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള കാര്യമാണ്. ഡിഗ്രി റെഗുലർ ഡിഗ്രി ആവാം, അതുപോലെ ഡിസ്റ്റൻസ് ഡിഗ്രി ആവാം. ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഡിഗ്രി എന്ന് മാത്രമേ UPC പറയുന്നുള്ളൂ. ഈ അടുത്ത കാലത്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് പേര് എന്താണ് 6 മന്ത് ഡിഗ്രി ഒക്കെ ചോദിക്കുന്നുണ്ട്. സോ അതിനെപ്പറ്റിയുള്ള ക്വറി ചോദിക്കുമ്പോൾ UPC പറയുന്നത് UGC അപ്രൂവ്ഡ് ആണെന്നുണ്ടെങ്കിൽ എനി ഡിഗ്രി അപ്രൂവ്ഡ് ബൈ UGC വിൽ ബി ഓക്കെ എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൽ സ്റ്റിൽ കൺഫ്യൂഷൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ എടുക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ കൂടെ തന്നെ എടുക്കുന്ന കോഴ്സും UGC അപ്രൂവ്ഡ് ആണെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അത് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിന് എന്തായാലും ഇത് ബാധകമല്ലാന്ന് തോന്നുന്നു. സോ സ്റ്റേജസ് ഓഫ് എക്സാമിനേഷൻ 3 സ്റ്റേജസ് ആയിട്ടാണ് ഇതിൻ്റെ എക്സാം നടക്കുന്നത്. പ്രിലിമിനറി എന്ന് പറയുന്ന എക്സാമാണ് ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് മെയിൻസ് എക്സാം. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഇൻ്റർവ്യൂ. ഇവിടെ 2 എക്സാമാണ് നടക്കുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. ഇവിടെ മെയിൻസിൽ 9 എക്സാം ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പാണ്. ആൻഡ് ഇത് ഇൻ്റർവ്യൂ മോഡ്. ഓക്കെ, ഇനി ഇതിൻ്റെ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് അടുത്ത സ്ലൈഡിൽ പറയാം. എത്ര എക്സാം ഉണ്ടെന്ന് പറയാം. 2 hours സ്പെൻഡ് ചെയ്താണ് 2 എക്സാം എഴുതേണ്ടത്. അതിൽ ഒരെണ്ണം GS പേപ്പർ 1, രണ്ടാമത്തെ CSAT,
സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇതാണ് പേപ്പർ 2 എന്ന് പറയുന്നത്. ഈ പേപ്പർ 1 കാര്യമാണ് നമുക്ക് കട്ട് ഓഫ് നിശ്ചയിക്കുന്നത്. സാധാരണ ഇതിലൊരു 50% ഒക്കെ ആയിരിക്കും കട്ട് ഓഫ് വരുന്നത്. കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് ജനറൽ കട്ട് ഓഫ് 98 ആയിരുന്നു. അതുപോലെ CSAT നമുക്ക് 33% മാർക്ക് വാങ്ങിക്കുന്ന ഒരു ക്വാളിഫയിങ് പേപ്പറാക്കി മാറ്റിയിട്ടുണ്ട്. 67 മാർക്ക് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വാളിഫൈഡ് ആണ്. ദെൻ 2 hours വെച്ചിട്ടുണ്ട് 2 എക്സാമും. സാധാരണ ഇതിൽ എക്സാം പറയുന്ന ദിവസം രാവിലെ 9:30 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 4:30 വരെയുമാണ് എക്സാം നടക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു എക്സാം അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു അറ്റംപ്റ്റ് ആയിട്ട് കൂട്ടും. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് രണ്ടും അറ്റൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു അറ്റംപ്റ്റ് ആയിട്ട് കൂട്ടത്തില്ല. ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും അറ്റൻഡ് ആയിട്ട് തന്നെ കൂട്ടും. ഓക്കെ, ഇനി ഇവിടെ വരുന്നതിൽ 9 പേപ്പറുണ്ടെന്ന് പറഞ്ഞു. ആ 9 പേപ്പറുകൾ 2 എണ്ണം ക്വാളിഫയിങ് പേപ്പറാണ്, 1 എണ്ണം SA പേപ്പർ, 4 GS പേപ്പർ, 2 ഓപ്ഷൻ്റെ പേപ്പർ. ഓപ്ഷൻ ഒരു സബ്ജക്റ്റാണ് ചൂസ് ചെയ്യണം, അതിൻ്റെ 2 പേപ്പർ. ഈ 2 ക്വാളിഫയിങ് പേപ്പറിൽ ഒരു ഇന്ത്യൻ ലാംഗ്വേജ് കാണും, ഒരു ഇംഗ്ലീഷ് കാണും. ഓക്കെ, ഇത് രണ്ടും 3 മണിക്കൂറാണ്. ബാക്കി എല്ലാ എക്സാമും 3 മണിക്കൂർ തന്നെയാണ്. 180 മിനിറ്റ്സ് ആണ് എല്ലാ എക്സാമും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 2ന്റെ മാർക്ക് മാത്രം 300 മാർക്ക് ഈച്ചാണ് എക്സാം. ഇത് റാങ്കിൽ പരിഗണിക്കത്തില്ല. പോയിട്ട് ഇവിടെയുള്ള എല്ലാ എക്സാമും 250 മാർക്കിനാണ്. ഇത് റാങ്കിൽ പരിഗണിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് അടുത്ത സ്ലൈഡ്സിൽ നോക്കാം. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ ഇവിടെ 2 പേപ്പർ ഉണ്ടെന്ന് പറഞ്ഞു. GSൻ്റെ പേപ്പറുണ്ട്, CSATൻ്റെ പേപ്പറുണ്ട്. ഇവിടെ 100 ക്വസ്റ്റ്യൻസ് ആണ്, 2 മാർക്ക് വെച്ച് 200 മാർക്ക്. കട്ട് ഓഫിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഒരു 50% ഒക്കെ അടുപ്പിച്ചായിരിക്കും കട്ട് ഓഫ് വരുന്നത്. കഴിഞ്ഞ തവണ 98 ആയിരുന്നു, 104 പോയിട്ടുണ്ട്, 110 പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു 55 എബോ മേടിക്കുന്നത് എപ്പോഴും സേഫ് ആക്കി വെക്കാൻ സഹായിക്കും. ഇവിടെ 80 ക്വസ്റ്റ്യൻ ആണുള്ളത്, 2.5 മാർക്ക് വെച്ചാണ് അവാർഡ് ചെയ്യുന്നത്, 200 മാർക്ക്. ഇത് രണ്ടും 2 hours ആണ് എക്സാം നടക്കുന്നതെന്ന് ആൾറെഡി പറഞ്ഞു. ഇതിപ്പോൾ 33%. ഇപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് അടുത്ത സ്ലൈഡ്സിൽ നോക്കാം. ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ വരുന്നത് ഇന്ത്യൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നുള്ളവർ കൂടുതൽ മലയാളമായിരിക്കും ചൂസ് ചെയ്യുന്നത്. 10th ലെവൽ വരെയുള്ള മലയാളമാണ്. നമുക്ക് ഡീറ്റെയിൽസ് അടുത്ത സ്ലൈഡ്സിൽ നോക്കാം. 300 മാർക്കാണ് ഇവിടെ കിട്ടുന്നത്. ഇതിൻ്റെ ക്വാളിഫയിങ് എന്ന് പറയുന്നത് 25%. അതായത് 75 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ക്വാളിഫയിങ് ആണ്. അതുപോലെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് 300 മാർക്കിനാണ്. ഇവിടെ 75 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ക്വാളിഫയിങ് ആണ്. ഇത് രണ്ടും 25% വീതം മാർക്ക് കിട്ടിയാൽ മതിയായിരിക്കും. ഓക്കെ, ഇനി പേപ്പർ 1 എന്ന് പറയുന്നത് SA ആണ്. പേപ്പർ 2 എന്ന് പറയുന്നത് GS1, 3 എന്ന് പറയുന്നത് GS2, 4 എന്ന് പറയുന്നത് GS3, 5 എന്ന് പറയുന്നത് GS4 എത്തിക്സിന്റെ പേപ്പർ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം 3 hours എക്സാം ആണ്. മാർക്ക് അവാർഡ് ചെയ്യുന്നത് മാക്സിമം 250 വീതമാണ്. അങ്ങനെ ഇതിന് മാത്രം ടോട്ടൽ 1250 മാർക്കിന് എക്സാം നടക്കും. അതുപോലെ ഓപ്ഷണൽ പേപ്പർ എന്ന് പറയുന്നത് നമുക്ക് ചൂസ് ചെയ്യാം. ആ ചൂസ് ചെയ്യുന്ന പേപ്പറിൽ 2 പേപ്പറിൻ്റെ എക്സാം കാണും. ഓരോ പേപ്പറും 250 മാർക്കാണ്. അങ്ങനെ ടോട്ടൽ 500 മാർക്ക്. അങ്ങനെ മെയിൻസിന് റാങ്കിൽ പരിഗണിക്കുന്ന മുഴുവൻ മാർക്ക് എന്ന് പറയുന്നത് 1750 ആണ്. ഇനി പേഴ്സണാലിറ്റി ടെസ്റ്റിന് പ്രത്യേകിച്ച് സമയമൊന്നും പറയുന്നില്ല. സാധാരണ ഇതിലൊരു 40 മിനിറ്റ് മുതൽ 60 മിനിറ്റ് വരെയാണ് അതിൻ്റെ ഇൻ്റർവ്യൂ ടൈം പോകുന്നത്. ഇതിൽ മാക്സിമം മാർക്ക് എന്ന് പറഞ്ഞാൽ 275 ആണ്. അപ്പോൾ 275 കൂടെ ആഡ് ചെയ്യുമ്പോൾ റാങ്കിൽ മുഴുവനായിട്ട് പരിഗണിക്കുന്നത് 2025 മാർക്കിനാണ് റാങ്ക് പരിഗണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഡീറ്റെയിൽ. നമുക്ക് ഓരോ സബ്ജക്റ്റിലും എന്തൊക്കെ ചോദിക്കും നോക്കാം. ഇതാണ് പ്രിലിംസിൻ്റെ സിലബസ്. ഓക്കെ, സോ പേപ്പർ 1 200 മാർക്ക്, പേപ്പർ 2 200 മാർക്ക്, 2 hours ഡ്യൂറേഷൻ. ഇതിൽ ആദ്യമേ പറയുന്നുണ്ട് കറണ്ട് ഇവൻറ്റ്സ്, നാഷണൽ ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ്. അതായത് കറണ്ട് അഫേഴ്സിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ അടുത്ത് പറയുന്നത് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്. ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഏൻഷ്യൻ്റ് വേണം, മെഡീവൽ വേണം, മോഡേൺ വേണം.
അതുപോലെ ഇന്ത്യൻ ആൻഡ് വേൾഡ് ജോഗ്രഫി, ഫിസിക്കൽ, സോഷ്യൽ, എക്കണോമിക് ജോഗ്രഫി ഓഫ് ഇന്ത്യ ആൻഡ് ദ വേൾഡ്. ഇപ്പോൾ ജോഗ്രഫിയുടെ സെക്ഷനിൽ ഒരുവിധം നമുക്ക് എല്ലാം വേണം. അടുത്തത് ഇന്ത്യൻ പൊളിറ്റിയാണ്. ഇന്ത്യൻ പൊളിറ്റിയിൽ ഗവർണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, പഞ്ചായത്ത് രാജ്, പബ്ലിക് പോളിസി, റൈറ്റ് ഇഷ്യൂസ്. ഗവർണൻസുമായിട്ടും ഇന്ത്യൻ പൊളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിക്കണം. പൊളിറ്റിക്സ് അല്ല, പൊളിറ്റിയാണ്. ഇവിടെ അടുത്ത് വരുന്നത് എക്കണോമിക്സ്, സോഷ്യൽ ഡെവലപ്മെന്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, പോവർട്ടി, ഇൻക്ലൂഷൻ, ഡെമോഗ്രാഫിക്സ്, സോഷ്യൽ സെക്ടർ ഇനിഷ്യേറ്റീവ്സ്. ഇപ്പോൾ ഇത്രയാണ് എക്കണോമിക്സിൽ വരുന്നത്. നമ്മൾ കൂടുതലും ഒരു ഡൈനാമിക് ടോപ്പിക് ആണെന്ന് പറയാൻ പറ്റുന്ന ഒരു ഏരിയ ഇതാണ്. ഓഫ് കോഴ്സ് പൊളിറ്റി സ്റ്റാറ്റിക്കും ഉണ്ട്, അതുപോലെ ഡൈനാമിക് ഏരിയാസും ഉണ്ട്. ഇനി അടുത്ത് ജനറൽ ഇഷ്യൂസ് ഓൺ എൻവയോൺമെന്റൽ എക്കോളജി, ബയോഡൈവേഴ്സിറ്റി, ക്ലൈമറ്റ് ചേഞ്ച്. ഇനി ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഒരു കാര്യം, ദാറ്റ് ഡു നോട്ട് റിക്വയർഡ് സബ്ജക്ട് സ്പെഷ്യലൈസേഷൻ. അതായത് അതിനെപ്പറ്റി ഒരു അറിവ് മതി, ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു അറിവ് വേണ്ടെന്ന് UPSC തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ജനറൽ സയൻസ്, ഇപ്പം ഇത്രയാണ് പറയുന്നത്. ജനറൽ സയൻസ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ജനറൽ സയൻസിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, എന്താണ് ആസ്ട്രോഫിസിക്സ്, ബയോടെക്നോളജി, നാനോ ടെക്നോളജി, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം. ഇപ്പോൾ കറണ്ട് അഫയേഴ്സിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് എടുക്കുന്ന ഒരു ഏരിയയാണ് ജനറൽ സയൻസ്. നമ്മൾ നോർമലി സയൻസ് ആൻഡ് ടെക്നോളജി എന്ന പേരിലാണ് ഇതിന് വിളിക്കുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത്, സയൻസ് ആൻഡ് ടെക്നോളജി എന്ന പേരിൽ മെയിൻസിൽ നമുക്കൊരു പോർഷൻ ഉണ്ട്. അത് പഠിക്കുന്നത് വഴി നമുക്ക് ഇതുകൂടി കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി പേപ്പർ 2ന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ ആണ്. അതുപോലെ ഇന്റർപേഴ്സണൽ സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ലോജിക്കൽ റീസണിങ്, അനാലിറ്റിക്കൽ എബിലിറ്റി, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. ഈ ഒരു ഏരിയയിൽ ഡിസിഷൻ മേക്കിങ്ങിന് നെഗറ്റീവ് ഇല്ല. ബാക്കി എല്ലാ കേസിലും നെഗറ്റീവ് എന്ന് പറയുന്നത് 1/3 മാർക്ക് പോയി കിട്ടും ഒരു ക്വസ്റ്റ്യൻ്റെ. അതുപോലെ ജനറൽ മെന്റൽ എബിലിറ്റി അതിൻ്റെ ഭാഗമാണ്. ബേസിക് ന്യൂമറസി. ബേസിക് ന്യൂമറസി എന്ന് പറയുമ്പോൾ അവിടെ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്താൽ 10ാം ക്ലാസ് വരെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. അതിൽ ഡാറ്റ ഇന്റർപ്രിട്ടേഷനും ഉണ്ട്. ഇതൊരു ക്വാളിഫയിങ് പേപ്പറാണ്. 33% എന്ന് UPSC പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രിലിംസിൻ്റെ സിലബസിൽ വരുന്നത്. ഇതൊരു ചെറിയ ആമുഖം മാത്രമാണ്. ഇതിന് അകത്തോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, കാരണം ഇവിടെ ജനറൽ സയൻസ് എന്ന് പറയുന്നതിൽ തന്നെ ഒത്തിരി ബുക്കുകളും ഒത്തിരി റെഫറൻസും ഒക്കെ വരുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇത് ഒരു ഇലാബറേറ്റ് സിലബസ് ആയിട്ട് UPSC തന്നെ പറയുന്നില്ല. ഇനി 2 ക്വാളിഫയിങ് പേപ്പർ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒരെണ്ണം ഇന്ത്യൻ ലാംഗ്വേജും ഇംഗ്ലീഷും ആണ്. 300 മാർക്ക് വെച്ചിട്ടാണ് പരീക്ഷ. അതിൽ ഇന്ത്യൻ ലാംഗ്വേജിന്റെ ഭാഗം വരുമ്പോൾ ഇന്ത്യൻ ലാംഗ്വേജ് ആണ് അതിൽ പേപ്പർ 1 എന്ന് പറയുന്നത്. സോ നമുക്ക് 22 ലാംഗ്വേജ് ഉണ്ട്, ഷെഡ്യൂൾ ലാംഗ്വേജ്. അതിൽ ഏത് വേണമെങ്കിലും എടുക്കാം. ഹിന്ദിയോ ഇംഗ്ലീഷ് എടുക്കാൻ പറ്റില്ല. ഇംഗ്ലീഷ് ഇപ്പോൾ നാഗാലാൻഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഇംഗ്ലീഷ് ഓപ്റ്റ് ചെയ്യാം. ബാക്കി എല്ലാവർക്കും ഒരു ഇന്ത്യൻ ലാംഗ്വേജ് തന്നെ ചൂസ് ചെയ്യണം. മലയാളം, ഹിന്ദി, തമിഴ് ഏത് വേണം ചൂസ് ചെയ്യാം. കോംപ്രിഹെൻഷൻ ഓഫ് ഗിവൺ പാസേജസ് ഒരു ഐറ്റം, പ്രസി റൈറ്റിംഗ് ഒരു ഐറ്റം, യൂസേജ് ആൻഡ് വൊക്കാബുലറി, ഷോർട്ട് എസ്സേ, ട്രാൻസ്ലേഷൻ ഫ്രം ഇംഗ്ലീഷ് ടു ഇന്ത്യൻ ലാംഗ്വേജ് ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ 2-3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ ക്ലാരിറ്റി കിട്ടും. അതുപോലെ ഇതേ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇംഗ്ലീഷിൻ്റെ കേസിൽ വരുന്നത്. പക്ഷേ ഈ ട്രാൻസ്ലേഷൻ അവിടെ ഇല്ല. ബാക്കി എല്ലാം ഇവിടെ സെയിം ആണ്. ഓക്കെ, ഇനി എസ്സേ ആണ് പേപ്പർ 1 എന്ന് പറയുന്ന സാധനം. റാങ്കിൽ പരിഗണിക്കുന്നതാണ്. 250 മാർക്കിനാണ്. സാധാരണഗതിയിൽ 2 essays ആണ് ചോദിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട് കാൻഡിഡേറ്റ്സ് മേ റിക്വയർ ടു റൈറ്റ് എസ്സേ ഓൺ മൾട്ടിപ്പിൾ ടോപ്പിക്സ്. സാധാരണ A സെറ്റ് എന്നും B സെറ്റ് എന്നും പറഞ്ഞിട്ട് 2 സെറ്റ് ഉണ്ടാവും. ഓരോ സെറ്റിലും 4 ക്വസ്റ്റ്യൻസ് ആണ്. 1, 2, 3, 4. ഇവിടെയും 4 സെറ്റ് കാണും. അപ്പോൾ ഇതിൽ ഒരെണ്ണം ചൂസ് ചെയ്യാനായിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ 1ഉം ഇവിടെ 2 സെക്കൻഡ് എസ്സേ നമുക്ക് ചൂസ് ചെയ്യാം, നമ്മുടെ ഇഷ്ടം അനുസരിച്ച്. ഒരു സെറ്റിൽ നിന്ന് 2 ചൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഒന്നിന് കൊടുക്കുന്ന മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 125 മാർക്കാണ്. നമുക്ക് എഴുതാനുള്ള മാക്സിമം സമയം എന്ന് പറയുന്നത് 180 മിനിറ്റ്സ് ആണ്. അപ്പോൾ 180 മിനിറ്റ്സിൽ നമുക്ക് 90 മിനിറ്റ്സ് വെച്ചിട്ട് 2 ഭാഗിച്ച് ഇത് രണ്ടും എഴുതുകയാണ് ചെയ്യേണ്ടത്. ആൻഡ് ഇതിനൊരു വേർഡ് ലിമിറ്റ് പറയുന്നുണ്ട്. 1000 വേർഡ്സ് ആണ് മിനിമം പറയുന്നത്. മാക്സിമം വേർഡ് ലിമിറ്റ് പറയുന്നത് 1200 വേർഡ്സ് ലിമിറ്റ്.
മെയിൻസിന്റെ എക്സാം എഴുതുന്ന സമയത്ത് ഈ വേർഡ് ലിമിറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് GS പേപ്പർ 2, സോറി പേപ്പർ 2 ബട്ട് GS 1, ജനറൽ സ്റ്റഡീസ് 1 പേപ്പർ 2. നേരത്തെ പറഞ്ഞു പേപ്പർ 1 എന്ന് പറയുന്നത് എസ് ആണ്, അതുപോലെ പേപ്പർ 2 എന്ന് പറയുന്നത് GS 1 ആണ്, നേരത്തെ മെൻഷൻ ചെയ്തതാണ്. ഓക്കെ, ഇവിടെ വരുന്നത് ഇന്ത്യൻ ഹെറിറ്റേജ്, കൾച്ചർ, ഹിസ്റ്ററി, ജോഗ്രഫി ഓഫ് ദ വേൾഡ് ആൻഡ് സൊസൈറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. ഇന്ത്യൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി വരുന്നുണ്ട്, ഹിസ്റ്ററി, ഇന്ത്യൻ ആൻഡ് വേൾഡ് വരുന്നുണ്ട്, ഇന്ത്യൻ ഹെറിറ്റേജ് വരുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിൽ വരുന്നത് ഇന്ത്യൻ കൾച്ചർ വരുന്നുണ്ട്, ആർട്ട് ഫോം, ലിറ്ററേച്ചർ, ആർക്കിടെക്ചർ, ഏൻഷ്യൻറ്റ്, ഫ്രം ഏൻഷ്യൻറ്റ് ടു മോഡേൺ ടൈംസ്. ഇത് നോർമലി ഏറ്റവും കൂടുതൽ ആൾക്കാർ റെഫർ ചെയ്യുന്ന ബുക്ക് നിതിൻ സിംഗാനി എന്ന് പറയുന്ന ഒരു ഓഥറിന്റെ ബുക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ റെഫർ ചെയ്യുന്നത്. ഓരോന്നിനും ഏത് റെഫർ ചെയ്യാന്നുള്ളതിനെ പറ്റി ഞങ്ങളൊരു ബുക്ക് മാർക്ക് ചെയ്തൊരു ഡേറ്റ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും തരാം അത്. അതുപോലെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, മിഡിൽ ഓഫ് 18th century മുതൽ നമുക്ക് വേണം അതിൽ. അതുപോലെ പേഴ്സണാലിറ്റീസ്, ഇഷ്യൂസ്, സിഗ്നിഫിക്കൻറ്റ് ഇവൻറ്റ്സ് എല്ലാം വേണം. ഇവിടെ ഫ്രീഡം സ്ട്രഗിളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വേണം. ആൻഡ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കൺസോളിഡേഷൻ ഇവിടെ പറയുന്നുണ്ട്, റീഓർഗനൈസേഷൻ വിത്തിൻ കൺട്രി പറയുന്നുണ്ട്. ഇത് നമുക്ക് NCERT ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞിട്ട് 12th ഒരു NCERT വായിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ ഒരു ഐഡിയ കിട്ടും. ദെൻ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞിട്ട് വേൾഡ് ഹിസ്റ്ററിയുടെ കാര്യങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ദെൻ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി, ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ. അതുപോലെ ഇവിടെ എഫക്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ ഓൺ ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതുപോലെ റോൾസ് ഓഫ് വുമൺ ആൻഡ് വുമൺ ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. ഇത് സോഷ്യോളജിയായിട്ട് ബന്ധപ്പെട്ട ഭാഗമാണ് ഇവിടെ പറയുന്നത്. ദെൻ സോഷ്യൽ എംപവർമെൻറ്റ്, കമ്മ്യൂണലിസം, റീജിയണലിസം, സെക്യുലറിസം. ദെൻ ഇവിടെ ജോഗ്രഫി തുടങ്ങുകയാണ്, സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് വേൾഡ് ഫിസിക്കൽ ജോഗ്രഫി. പിന്നെ ജോഗ്രഫിയുടെ കുറേ പോർഷൻസ് ആണ് ബാക്കി പറയുന്നത്. അപ്പോൾ അതിൽ എസ്പെഷ്യലി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ പേപ്പർ 3 അത് വിശദമായിട്ടുണ്ട്. നമുക്കിവിടെ നാച്ചുറൽ ഡിസാസ്റ്ററിനെ പറ്റിയൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ചിലത് പേരെടുത്ത് പറയുന്നുണ്ട്, അതിന് അത്രയും പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് പേരെടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പേപ്പർ 1 വരുന്നത്. മാക്സിമം അവാർഡ് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 250 ആണ്. അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. പ്ലസ് 3 hours ആണ് ഇതിൻ്റെ എക്സാം. നമുക്ക് പേപ്പർ 3 നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ജനറൽ സ്റ്റഡീസ് 2 ആണ്. ഗവർണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റി, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇവിടെ പറയുന്ന പുതിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ റിലേഷൻസ്. ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് പറയുമ്പോൾ അവിടെ ബൈലാറ്ററൽ റിലേഷൻസ് വരും, അതുപോലെ തന്നെ UN ഓർഗനൈസേഷൻസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരും. ഓരോന്നും സെപ്പറേറ്റ് നോക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്, അത് ഹിസ്റ്റോറി മുതൽ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ 1970 വരും. അപ്പോൾ നല്ലൊരു പീരീഡ് ഇത് പറയുന്നുണ്ട്. പിന്നെ ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് പറയുന്നുണ്ട്. സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ആൻഡ് റിഡ്രസൽ മെക്കാനിസം ആൻഡ് അതർ തിങ്സ്. ഇവിടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്കീംസ് ഏതൊക്കെയാണ് പുറത്ത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ എന്താണ് എടുത്തിട്ടുള്ളത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഇവിടെ പാർലമെന്റ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, പിന്നെ ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ് സ്ട്രക്ചേഴ്സ്, അങ്ങനെയുള്ള ഫങ്ഷൻസ് കാര്യങ്ങൾ. സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ്, പവേഴ്സ്, ഫങ്ഷൻസ്. ഇപ്പോൾ കേജ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്ന ഈ ഭാഗത്താണ്. സ്റ്റാറ്റ്യൂട്ടറി, റെഗുലേറ്ററി, വേരിയസ് ക്വാസി ജുഡീഷ്യൽ ബോഡീസ്. ക്വാസി ജുഡീഷ്യൽ എന്ന് പറയുമ്പോൾ ലോക്പാൽ പോലെയുള്ള കാര്യങ്ങൾ. പിന്നെ ഗവൺമെൻറ് പോളിസീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. NGO, SHE പോലെയുള്ള കാര്യങ്ങളുണ്ട്. വെൽഫെയർ സ്കീമുകളെ പറ്റി പഠിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. സോഷ്യൽ സെക്ടർ, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഹ്യൂമൻ റിസോഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പോവർട്ടി ആൻഡ് ഹങ്കറിനെ പറ്റിയുള്ള കാര്യങ്ങളുണ്ട്. റോൾസ് ഓഫ് സിവിൽ സർവീസ് ഇൻ ഡെമോക്രസി ഉണ്ട്. ഇനി തുടർന്നുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ റിലേഷൻസ്, ബയലാറ്ററൽ റിലേഷൻസ്, ഗ്ലോബൽ ഗ്രൂപ്പിംഗ്, അതുപോലുള്ള കാര്യങ്ങളാണ്. ഇന്ത്യൻ ഡയസ്പോറ. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് IR ഉൾപ്പെടുത്താവുന്ന ഭാഗങ്ങളാണ്, ഇന്റർനാഷണൽ റിലേഷൻസ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഹിന്ദു വായിക്കുമ്പോൾ എസ്പെഷ്യലി വേൾഡ് പേജ് നമ്മൾ വായിക്കണം.
അതിൽ നിന്ന് ഒരുപാട് ഡീറ്റെയിൽ കിട്ടും. അതുപോലെ ഹിന്ദുവിലെ ആർട്ടിക്കിൾ വായിക്കുന്ന സമയത്ത് ഇന്ത്യ US റിലേഷൻ ഇപ്പോൾ വിളിക്കുന്ന പുതിയ സ്റ്റൈലിലാണ് ഇൻഡോ US റിലേഷൻ. മുമ്പ് എന്താണ് ഇൻഡോ ഏഷ്യാറ്റിക് എന്നോ ഇന്ത്യ പസഫിക് എന്നൊക്കെ പറഞ്ഞിരുന്ന ഭാഗത്ത് ഇപ്പോൾ ഇൻഡോ US റിലേഷൻസ് എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വ്യക്തമായിട്ട് നോക്കുക. ആൻഡ് പേപ്പർ 4 എന്ന് പറയുന്നത് ജനറൽ സ്റ്റഡീസിൻ്റെ 3ാമത്തെ ഭാഗമാണ്. ഇപ്പോൾ ഇവിടെ വരുന്നത് ടെക്നോളജി, എക്കണോമിക്സ്, ബയോഡൈവേഴ്സിറ്റി, എൻവയോൺമെൻറ്റ്, സെക്യൂരിറ്റി, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്. സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ നോർത്ത് ഈസ്റ്റിലുള്ള ഇൻസർജൻസീസ് വരും, എക്സ്റ്റേണൽ അഗ്രഷൻസ് വരും, അതുപോലെ പുറത്തുനിന്ന് വരുന്ന എന്ത് ഇഷ്യൂസും അതുപോലെ ആഭ്യന്തര കലഹങ്ങളും എല്ലാം ഇതിനകത്ത് സെക്യൂരിറ്റിക്കകത്ത് ഉൾപ്പെടുത്തി പഠിക്കണം. പിന്നെ എൻവയോൺമെൻ്റ് ഉണ്ട്, ബയോഡൈവേഴ്സിറ്റി ഉണ്ട്, അതുപോലെ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ടെക്നോളജി എന്ന് പറയുമ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് കൂടുതൽ ഉദ്ദേശിക്കുന്നത്. ഇതിൽ തുടക്കത്തിൽ ഇന്ത്യൻ എക്കണോമിയുടെ കാര്യം പറയുന്നുണ്ട്, ഇൻക്ലൂസീവ് ഗ്രോത്ത്, ബഡ്ജറ്റിനെ പറ്റി പറയുന്നുണ്ട്, ക്രോപ്പ് സിസ്റ്റം അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, അതുപോലെ മിനിമം സപ്പോർട്ട് പ്രൈസ് പോലെയുള്ള ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ PDS റേഷൻ കാർഡ് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു സിസ്റ്റം കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇവിടെ ഫുഡ് പ്രോസസ്സിങ് പോലെയുള്ള കാര്യങ്ങൾ, ഫുഡ് സെക്യൂരിറ്റിയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി ലാൻഡ് റീഫോംസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എനർജി, പോർട്സ്, റോഡ്സ്, എയർപോർട്ട്, റെയിൽവേ പോലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് നോർമലി എല്ലാ വർഷവും ഗവൺമെൻറ് പബ്ലിക്കേഷൻ്റെ ഒരു ബുക്ക് ഇറങ്ങാറുണ്ട്. സോ ഈ വർഷം ഇറങ്ങിയത് ഇന്ത്യ 2020 എന്ന് പറയുന്നതാണ്. എല്ലാ വർഷവും അതത് ഇയേഴ്സ് വെച്ചിട്ട് ഇറങ്ങാറുണ്ട്. ഗവൺമെൻറ് പബ്ലിക്കേഷൻ തന്നെ, അതൊരു ഇയർ ബുക്കാണ്, ഗവൺമെൻറ് ഇയർ ബുക്കാണ്. അപ്പോൾ അതിൽ നിന്ന് കറക്റ്റ് സ്ട്രെയിറ്റ് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. എനർജി, പോർട്സ്, റോഡ്സ്, ഇതെല്ലാം ഓരോ ചാപ്റ്റേഴ്സാണ് അതിനകത്ത്. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് മോഡൽസ്, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് പോലെയുള്ള കാര്യങ്ങൾ, എന്താണ് ബിൽഡ്, ഓപ്പറേറ്റ്, ട്രാൻസ്ഫർ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് വരുന്നത്. ദെൻ സയൻസ് ആൻഡ് ടെക്നോളജി, എവറിഡേ ലൈഫിലുള്ള എഫക്ട്സ്, കാര്യങ്ങൾ, ആപ്ലിക്കേഷൻസ്. ദെൻ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നുണ്ട്. അഡ്വാൻസ് ന്യൂ ടെക്നോളജീസ്, IT, സ്പേസ്, കമ്പ്യൂട്ടർ, റോബോട്ടിക്സ്, നാനോ ടെക്നോളജി, ബയോടെക്നോളജി, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, IP റൈറ്റ്സ്. അപ്പോൾ ആ ഭാഗങ്ങളെല്ലാം ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. കൺസർവേഷൻ, എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, ഡിഗ്രഡേഷൻ പോലെയുള്ള ഭാഗങ്ങൾ, എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട് അസസ്മെൻറ്റ്. ഇതിൻ്റെ ഡ്രാഫ്റ്റ് 2020 ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പഠിച്ചു വെച്ചോ. ഇനി തുടർന്നുള്ള വർഷങ്ങളിൽ ഒരുപാട് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഇവിടെ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, അത് പ്രത്യേകമായിട്ട് തന്നെ പഠിക്കണം. എസ്പെഷ്യലി ഗവൺമെൻറ് വെബ്സൈറ്റിൽ നിന്നുള്ള സോഴ്സസ് ആണ് ഇത് നമുക്ക് കൂടുതൽ നല്ലത്. നമ്മുടെ നോട്ട്സിൽ അതെല്ലാം ഉൾപ്പെടുത്തി തന്നെ തരും. പിന്നെ ലിങ്കേജ് ബിറ്റ്വീൻ ഡെവലപ്മെൻറ്റ് ആൻഡ് സ്പ്രെഡ് ഓഫ് എക്സ്ട്രീമിസത്തെ പറ്റി എസ്പെഷ്യലി പഠിക്കുന്നത് നമുക്ക് സെക്യൂരിറ്റിയിൽ ബന്ധപ്പെട്ട ഭാഗങ്ങളാണ്. റോൾ ഓഫ് എക്സ്റ്റേണൽ സ്റ്റേറ്റ്സ്, ഇന്റേണൽ സെക്യൂരിറ്റി ഇഷ്യൂസ്, ചാലഞ്ചസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. വേരിയസ് ഫോഴ്സിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പേപ്പർ 3 അല്ല പേപ്പർ 4 GS3 സ്കോർ ചെയ്യാൻ ഇച്ചിരി പാടുള്ളൊരു സബ്ജക്റ്റാണ്. നമ്മുടെ GS2 അതുപോലെ GS3. ഓക്കെ, ഇനി അടുത്തത് എത്തിക്സ് ആണ്. പേപ്പർ 5, അതായത് GS4 പേപ്പർ 5, ദാറ്റ് ഈസ് എത്തിക്സ്. ഇതിന് കോമൺ ആയിട്ട് എത്തിക്സ്, ഇന്റഗ്രിറ്റി, ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയും. ഇതിന് 250 മാർക്ക് തന്നെയാണ്. 125 മാർക്ക് തിയറിയും 125 മാർക്ക് പ്രാക്ടിക്കൽ പോലെയുള്ള ക്വസ്റ്റ്യൻസും ആണ്. പ്രാക്ടിക്കൽ മീൻസ് കേസ് സ്റ്റഡി പോലെയുള്ള കാര്യങ്ങൾ ഇവിടെ ഒരുപാടുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് പിന്നെ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് നോക്കാം എത്തിക്സ് ആൻഡ് ഹ്യൂമൻ ഇന്റർഫേസ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മളൊരു റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എങ്ങനെയൊക്കെ ആയിരിക്കണം, ഒരു അഡ്മിനിസ്ട്രേറ്റർ ആകുമ്പോൾ റിഫോമിസ്റ്റുകൾ എങ്ങനെയാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. തിങ്കേഴ്സിൻ്റെ കാര്യങ്ങൾ നമ്മളിതിൽ പഠിക്കണം. ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഫൗണ്ടേഷണൽ വാല്യൂസ് ഓഫ് സിവിൽ സർവീസ്, ഇൻറ്റഗ്രിറ്റി, ഇമ്പാർഷ്യാലിറ്റി, നോൺ പാർട്ടിസൺഷിപ്പ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സിവിൽ സർവൻ്റ് എങ്ങനെയായിരിക്കണം, ഇത് ഒരു കാലഘട്ടത്തിൽ സിവിൽ സർവൻസിന് വേണ്ടുന്നത്ര ഒരു ഇൻറ്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ഇല്ല എന്ന് തോന്നിയിട്ടാണ് UPSC ഇങ്ങനെ ഒരു പേപ്പർ കൂടി വെച്ചത്. സോ അങ്ങനെ ഇതൊക്കെ പഠിച്ചിട്ട് വന്നാൽ മതി എന്നുള്ളൊരു ഐഡിയയാണ്.
മോറൽ തിങ്കേഴ്സിനെ പറ്റി പഠിക്കണം, മിക്കിവെല്ലിയെ പോലുള്ള ആൾക്കാരെ പറ്റി പഠിക്കണം. നമ്മുടെ ഗാന്ധിയൻ ഫിലോസഫി കുറേ കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. സോ പബ്ലിക് സിവിൽ സർവീസ് വാല്യൂസ് കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ പ്രോബിറ്റി ഇൻ ഗവർണൻസ് എന്നൊരു പോർഷനുമുണ്ട്. ഇത് ഒരു 2 months കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റാവുന്ന പോർഷനേ ഉള്ളൂ. ഡെയിലി ഒരു 3-4 hours സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയ പോർഷനാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. GS-ൻ്റെ 4 പേപ്പർ നമ്മൾ കണ്ടു. SI അങ്ങനെ പ്രത്യേകിച്ച് SIയിലൊന്നും പറയുന്നില്ല. ക്വാളിഫയിങ് പേപ്പർ 2 കണ്ടു. അതുപോലെ PT-യിലെ 2 പേപ്പർ കണ്ടു. അപ്പോൾ ഇത്രയാണ് നമുക്ക് സിലബസിൽ നമുക്ക് കൂടുതൽ കാര്യമായിട്ട് പഠിക്കേണ്ടത്. പിന്നെ ഉള്ളത് ഓപ്ഷണൽ പേപ്പറാണ്. ഓപ്ഷണൽ പേപ്പർ എന്ന് പറയുമ്പോൾ നിരവധിയുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഓപ്ഷണൽ പേപ്പർ തങ്ങളുടെ അഭിരുചി അനുസരിച്ച് തീരുമാനിക്കാം. പക്ഷേ എപ്പോഴും ഒരു ഡൈനാമിക് സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ റിലേഷൻസ് വരുന്ന കാര്യങ്ങൾ ഒത്തിരി പഠിക്കാനുണ്ട്. ഡെയിലി സിലബസ് വിൽ ഇൻക്രീസ്. എക്കണോമിക്സ് പോലുള്ള കാര്യങ്ങൾ സിലബസ് ഇൻക്രീസ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പുതിയ ആൾക്കാരാണെങ്കിൽ ചൂസ് ചെയ്യാതിരിക്കുക. അഫ്കോഴ്സ് നിങ്ങളുടെ സബ്ജക്റ്റ് ഡിഗ്രി സബ്ജക്റ്റ് അതായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, പ്രശ്നമില്ല. പിന്നെ ഹിസ്റ്ററി പോലെയുള്ള വാസ്റ്റ് സബ്ജക്റ്റുകളും ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. കുറച്ച് സബ്ജക്റ്റുകളുടെ കാര്യം പറയാം. ജിയോഗ്രഫി എന്ന് പറയുന്നത് നല്ല ഒരെണ്ണമാണ്. അതുപോലെ പവാഡ് അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് ഡെഫിനറ്റ് ആണ്, പെട്ടെന്ന് തീരും. ദെൻ ആന്ത്രോപോളജി, സോഷ്യോളജി, പിന്നെ ലിറ്ററേച്ചർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മലയാളം പെട്ടെന്ന് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ ടോപ്പിക്കാണ്, പെട്ടെന്ന് പഠിച്ച് തീരും. ഇതിൽ ഗ്രാമർ പോർഷൻസ് ഒക്കെ വരുന്നതിൽ പേപ്പർ 1 ഒരു കുറച്ച് പോർഷൻസ് മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഗ്രാമർ ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഒത്തിരി പേര് ഒരു 2 months ക്രാഷ് കോഴ്സൊക്കെ പഠിച്ചിട്ട് ഒത്തിരി നല്ല മാർക്ക് മേടിക്കാറുണ്ട്. സോ ഇതൊക്കെയാണ് എടുക്കാൻ പറ്റിയ കാര്യങ്ങൾ. പിന്നെ മെഡിസിൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ബയോളജി പോലുള്ള സബ്ജക്റ്റുകൾ നോക്കാം. പിന്നെ മാത്സ്, ഫിസിക്സ് പോലെയുള്ളത് നോക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു IIT ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രതീക്ഷിക്കണം. 2 കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കണം എപ്പോഴും ഓപ്ഷൻ തിരഞ്ഞെടുക്കേണ്ടത്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് മറ്റീരിയൽ, രണ്ടാമത്തെ എന്ന് പറയുന്നത് മെൻറ്റർ. ഒരു സാഹചര്യത്തിൽ ഇത് രണ്ടും കിട്ടുമെങ്കിൽ മാത്രമേ ഇത് നിങ്ങൾ ചൂസ് ചെയ്യാവൂ. അഫ്കോഴ്സ് നിങ്ങൾക്ക് ആദ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് എടുത്ത് റെഫർ ചെയ്യുക, അതിനെപ്പറ്റി ഒരു പിടുത്തമില്ല എന്നുണ്ടെങ്കിൽ എടുക്കാതിരിക്കുക. പിന്നെ സബ്ജക്റ്റ് സിലബസ് നോക്കിയിട്ട് അത് പഠിക്കാൻ കഴിയുമെന്നൊരു കോൺഫിഡൻസ് തോന്നുന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് ഈ 2 കാര്യങ്ങളൊന്നും നോക്കുക. മെറ്റീരിയൽ അവൈലബിലിറ്റി ഉണ്ടോ, ഒരു മെൻറ്റർ അവൈലബിലിറ്റി അത്യാവശ്യമാണെങ്കിൽ കിട്ടുമോ. ചിലർ സൈക്കോളജിയൊക്കെ ചൂസ് ചെയ്യാറുണ്ട്. സൈക്കോളജിയൊക്കെ ചൂസ് ചെയ്യുമ്പോൾ സ്വന്തമായിട്ട് കൂടുതൽ പഠിക്കേണ്ടി വരും. കാര്യം അതിനൊരു മെൻറ്ററൊക്കെ കിട്ടുന്ന കാര്യം വളരെ പാടായിരിക്കും. മെറ്റീരിയൽ വീണ്ടും കിട്ടും. ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 32 വയസ്സ് വരെ എക്സാം എഴുതാനായിട്ട് സാധിക്കും. ആ 32 വയസ്സെന്ന് പറയുന്നത് ആ എക്സാം വിളിക്കുന്ന വർഷം. ഇപ്പോൾ സപ്പോസ് നമുക്കിപ്പോൾ 2020 എക്സാം എഴുതുന്ന സമയത്ത് എനിക്ക് ഓഗസ്റ്റ് ഇതിപ്പോൾ ഫെബ്രുവരിയിലാണ് വരുന്നത്. ഫെബ്രുവരി 2020 നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞാൻ കാണുന്നത് ഓഗസ്റ്റ് 1-ാം തീയതിക്ക് മുമ്പ് ആ വർഷം എനിക്ക് 32 വയസ്സാകുമെങ്കിൽ ഓക്കെ എനിക്ക് എഴുതാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, അതാണ് മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ OBCയുടെ കാര്യം പറയുമ്പോൾ 35 വയസ്സ് വരെ എഴുതാം. അവിടെയും കേസ് ഇങ്ങനെയാണ്. ഓഗസ്റ്റ് 1-ാം തീയതി ആ ഒരു ഏജ് എത്തുന്നു, 35 ഏജ് ആകുന്നു, അല്ലെങ്കിൽ ബർത്ത്ഡേ എന്ന് നോക്കിയാൽ മതി. ഓഗസ്റ്റ് 1-ന് ശേഷമാണെങ്കിൽ പ്രശ്നമില്ല. ഓഗസ്റ്റ് 1-ന് മുമ്പാണെന്നുണ്ടെങ്കിൽ ചാൻസ് കിട്ടത്തില്ല. അതുപോലെ SC ST കാറ്റഗറിയിലുള്ളവർക്കാണെങ്കിൽ 37 വയസ്സ്. ചാൻസസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 6 ചാൻസ്, 9 ചാൻസ്. ഇതിലങ്ങനെ ചാൻസ് പറയുന്നില്ല. എക്സ് സർവീസും ചാൻസ് പറയുന്നില്ല. സോ ഓക്കെ ഗൈസ്, അപ്പോൾ ആൾമോസ്റ്റ് ഓൾ ദ ഏരിയാസ് ഞാനൊന്ന് ഓടിച്ചു പോയി. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുള്ളവർ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു റെക്കോർഡഡ് സെഷൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. പക്ഷേ അത് അൺലിസ്റ്റഡ് ആയിരിക്കും, എല്ലാവർക്കും കിട്ടത്തില്ല. ചോദിക്കുന്നവർക്ക് അതിൻ്റെ ലിങ്ക് തരാം. നമ്മുടെ ലൈവ് ക്ലാസ് ആയതുകൊണ്ട്. ഓക്കെ ജിജിഷ, ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യം പറയുമ്പോൾ അത് പറയണ്ടായിരുന്നു, സോറി. ഇപ്പോൾ ഇവിടെ നമുക്ക് 2 പേപ്പറുണ്ട്, രണ്ടും OMR ആണ്.
ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലും അതുപോലെ ഹിന്ദിയിലുമാണ് നമുക്ക് പ്രിലിംസ് ഉള്ളത്. അപ്പോൾ ഇവിടെ റീജിയൻ ലാംഗ്വേജ് മലയാളം എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ വരുന്നില്ല. ഓക്കെ, കാര്യം OMR നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ഉള്ളി. പക്ഷേ ഇവിടെ മലയാളത്തിൽ പഠിക്കാം, പക്ഷേ ഇംഗ്ലീഷ് ടേംസ് കൂടി മനസ്സിലാക്കണം. പിന്നെ ഞാൻ എപ്പോഴും പറയാനുള്ളൊരു എക്സാമ്പിൾ തന്നെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്ന ഭാഗം മലയാളത്തിൽ പഠിക്കുന്നതെന്ന് പറയുന്നത് നിർദ്ദേശക തത്വങ്ങൾ എന്നാണ്. ഓക്കെ, അതുപോലെ ഇപ്പം എക്കണോമിക്സിൻ്റെ സൈഡിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പെർ ക്യാപിറ്റൽ നാഷണൽ ഇൻകം, അതുപോലെ എന്താണ് പ്രതിശീർഷക വരുമാനം, ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷിൽ നിന്ന് പഠിച്ചു വെച്ചിരിക്കണം. അപ്പോൾ എന്നിരുന്നാൽ മാത്രമേ എക്സാം എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ അറിയാവുന്ന കണ്ടന്റ് നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ വരും. അപ്പോൾ ഇതാണ് പ്രിലിംസിൻ്റെ കേസിൽ വരുന്നത്. ഇനി മെയിൻസിൻ്റെ ഭാഗത്തോട്ട് പോകുമ്പോൾ മെയിൻസിൽ 9 എക്സാം ഇല്ലേ, അതിൽ 8 മലയാളത്തിൽ എഴുതാൻ പറ്റും. അതിൽ ക്വാളിഫയിങ് പേപ്പറിൽ ഇംഗ്ലീഷ് പേപ്പർ മാത്രം നമുക്ക് വേറൊരു ലാംഗ്വേജിൽ എഴുതാൻ പറ്റില്ല. ബാക്കിയുള്ള എല്ലാം നമുക്ക് മലയാളത്തിൽ എഴുതാൻ സാധിക്കും. അത് 2 രീതിയിലാണ് വരുന്നത്. അതായത് ക്വാളിഫയിങ്ങിൽ ഇംഗ്ലീഷ് ഇല്ല, ഇന്ത്യൻ ലാംഗ്വേജ് എഴുതാം, എസ്എ എഴുതാം, GSൻ്റെ 4 പേപ്പേഴ്സ് എഴുതാം. അപ്പം നമുക്ക് ഇതിൻ്റെ മീഡിയം ഏതാണ് എന്ന് നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കണം. പിന്നെ വരുന്ന 2 പേപ്പർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ്റെ പേപ്പറാണ്. ഓപ്ഷൻ്റെ 2 പേപ്പർ നമുക്ക് എഴുതാം. അപ്പോൾ ഓപ്ഷൻ ഏതാണ് മീഡിയം എന്ന് നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കണം. അതായത് ഫെബ്രുവരിയിൽ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് തന്നെ ഏത് ലാംഗ്വേജിലാണ് എസ്എ ആൻഡ് GS എഴുതുന്നതെന്നും അതുപോലെ ഏത് ലാംഗ്വേജിലാണ് ഓപ്ഷണൽ സബ്ജക്റ്റ് എഴുതുന്നതെന്നും നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ലിറ്ററേച്ചർ ഒഴികെയുള്ള ബാക്കിയെല്ലാം നമുക്ക് മലയാളത്തിൽ എഴുതാൻ സാധിക്കും. ഇപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണെന്നുണ്ടെങ്കിൽ നോ ഓപ്ഷൻ, ഹിന്ദി ലിറ്ററേച്ചർ ആണെങ്കിൽ നോ ഓപ്ഷൻ. അതുപോലെ എഴുതുന്നതിൻ്റെ ലിപിയെ പറ്റിയും പറയുന്നുണ്ട്. ഇപ്പോൾ ചില ഭാഷകളിൽ ദേവനാഗരിയിലൊക്കെ എഴുതാമെന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ഇപ്പോൾ കൊങ്കണി പോലെയുള്ളത്. ഓക്കെ, സോ GS പേപ്പറുകൾ എങ്ങനെയാണ് മലയാളത്തിൽ പ്രിപ്പയർ ചെയ്യുന്നത്? GS പേപ്പറിൽ നമ്മൾ കണ്ട എല്ലാ ഭാഗങ്ങളിലും മലയാളം നമുക്ക് അതത് ബുക്കുകൾ വാങ്ങിക്കാനൊക്കെ കിട്ടില്ല. അതായത് ഇപ്പോൾ ബിപാൻ ചന്ദ്രയുടെ ഒരു ബുക്കിൻ്റെ ട്രാൻസ്ലേഷൻ ഉണ്ട്. ഓക്കെ, പക്ഷേ ലക്ഷ്മികാന്തിൻ്റെ കാര്യം വരുമ്പോൾ അതില്ല. സോ അങ്ങനെയുള്ള സമയത്ത് ഒന്നുകിൽ പാഠഭാഗം വായിച്ച് നമ്മൾ തന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് മലയാളം റിസോഴ്സസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് വരും. മലയാളത്തിൽ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി എഴുതിയ ആൾക്കാരുടെ റിസോഴ്സസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ആ റിസോഴ്സസ് വെച്ചിട്ട് ലക്ഷ്മികാന്ത് വരെ കമ്പയർ ചെയ്ത് പഠിക്കണം. കാര്യം ഇത് ഒരു എന്താണ് അത്യാവശ്യം ഒരു വാലിഡ് ബുക്കാണ്. കാര്യം ഇത് വായിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് കണ്ടന്റ് കിട്ടും, ക്വസ്റ്റ്യൻ കണ്ടന്റ് കിട്ടും. അപ്പോൾ ഇതൊരു മെയിൻ ബുക്കായിട്ട് വയ്ക്കുക. പിന്നെ റെഫറൻസിന് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് അഡീഷണൽ ബുക്കുകൾ വയ്ക്കാം. ആ രീതിയിൽ മാത്രമേ മലയാളത്തിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി മലയാളത്തിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഇംഗ്ലീഷിൽ ഇപ്പോൾ കണ്ടന്റ് കണ്ടു, അപ്പോൾ അത് വേർഡ് ബൈ വേർഡ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കരുത്. ഭാഷാഭൂഷണി പോലെയുള്ള മാഗസിൻസ് വായിക്കുക. അതുപോലെ സ്ഥിരമായിട്ട് മലയാളം ന്യൂസ് പേപ്പർ വായിച്ചിട്ട് അതിൽ വളരെ ന്യൂസ് കുറവായിരിക്കും, ഇന്റർനാഷണൽ നാഷണൽ ന്യൂസ് കുറവായിരിക്കും. പക്ഷേ അവരെങ്ങനെയാണോ അത് പ്രസൻറ്റ് ചെയ്യുന്നത് ആ ഒരു ശൈലി നിങ്ങളൊന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. പിന്നെ ഉള്ളൊരു ചാലഞ്ച് എന്ന് പറയുന്നത് 150 വേർഡിലേക്ക് എഴുതാൻ പറയുമ്പോൾ 150 വേർഡിനകത്ത് മലയാളം എഴുതി തീരുമോ എന്നുള്ള കാര്യം ചിലപ്പോൾ സംശയമാണ്. പക്ഷേ അത് കൃത്യമായൊരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്കത് സാധിക്കും. എസ്പെഷ്യലി നമ്മുടെ ടെസ്റ്റ് സീരീസിലൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ളവർ, ഇനി ഒരു ഫുൾ ടെസ്റ്റ് വരുന്നതെന്ന് പറയുന്നത് ഒക്ടോബർ 16-ാം തീയതിയാണ്. അപ്പോൾ അന്ന് GSൻ്റെ മുഴുവൻ ടെസ്റ്റ് കാണും. ഏതൊക്കെ സോഴ്സസ് ആണ് പഠിക്കേണ്ടതെന്നുള്ളത് 15th കഴിയുമ്പോൾ നമ്മളത് റിലീസ് ചെയ്യും. അപ്പോൾ ആ ടോപ്പിക്കുകളിലൂടെയൊക്കെ ഒന്ന് പോവുക. മാക്സിമം മലയാളം മെറ്റീരിയൽ എവിടെ കിട്ടുമെന്ന് കൂടി ഞാൻ മാക്സിമം മെൻഷൻ ചെയ്യാം. അപ്പോൾ ആ സോഴ്സസ് ഒക്കെ വായിക്കുക. എന്നിട്ട് ആ എക്സാം പൂർണ്ണമായിട്ടും മലയാളത്തിൽ എഴുതുക. അപ്പോൾ എഴുതുന്നതിന് മുമ്പായിട്ട് സ്വയമേ ഒരു പ്രാക്ടീസൊക്കെ നടത്തുക. പിന്നെ നല്ലൊരു ഐഡിയ എന്ന് പറയുന്നത് ഹിന്ദുവിലെ ഇന്ത്യൻ എക്സ്പ്രസിലെ ആർട്ടിക്കിൾ വായിച്ചിട്ട് അത് സ്വന്തമായിട്ട് മലയാളത്തിലൊന്ന് എഴുതി നോക്കുക. അങ്ങനെ ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആയിട്ട് കിട്ടും. അതൊരു നല്ല പ്രാക്ടീസാണ്, സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർ നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിതിന് അലോക്കേറ്റ് ചെയ്ത സമയം എന്നുള്ളത് 30 minutes ആണ്. അപ്പോൾ അത് ക്രോസ് ചെയ്ത സ്ഥിതിക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈവ് ക്ലാസ് കഴിഞ്ഞിട്ടുള്ള സമയത്ത് ചോദിക്കാം ഈവനിങ്.